നമസ്കാരം. കുവൈറ്റിലെ അൽ അലി ബാങ്കിൽ നിന്നെടുത്ത വമ്പൻ വായ്പകൾ തിരിച്ചടയ്ക്കാതെ രാജ്യം വിട്ട മലയാളികൾക്കെതിരായ ക്രിമിനൽ കേസുകൾ കേരള ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. വായ്പാ തട്ടിപ്പ് കാരണം അനിശ്ചിതത്വത്തിലായ കോടിക്കണക്കിന് ദിനാർ തിരിച്ചുപിടിക്കുന്നതിനു വേണ്ടി കുവൈറ്റ് ബാങ്കുകൾ മാസങ്ങളായി കേരളത്തിൽ നടത്തിവരുന്ന നിയമ നടപടികളുടെ ഫലമായിട്ടാണ് ഹൈക്കോടതിയിൽ നിന്നും നിർണായക ഉത്തരവ് നേടിയത്. കേസ് നിർണായക ഘട്ടത്തിലേക്ക് കടന്നതോടെ കർശന നടപടികൾ സ്വീകരിക്കാൻ ക്രൈംബ്രാഞ്ച് നിർബന്ധിതമായിട്ടുണ്ട്. വായ്പയെടുത്ത ശേഷം കുവൈറ്റ് വിട്ട് വിദേശത്തേക്ക് താമസം മാറി തട്ടിപ്പ് നടത്തിയ ഈ വ്യക്തികളെക്കുറിച്ചുള്ള അന്വേഷണം ഏറ്റെടുക്കാൻ ക്രൈംബ്രാഞ്ചിനെ അധികാരപ്പെടുത്തിയുള്ള ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായത് അൽ അലി ബാങ്ക് ഓഫ് കുവൈറ്റിന്റെ ഹർജിയിലാണ്. ഇതോടെയാണ് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരെ അറസ്റ്റ് ചെയ്യാൻ സാധ്യത തെളിഞ്ഞത്. വഞ്ചിക്കപ്പെട്ട കുവൈറ്റ് ബാങ്കുകൾ വായ്പാ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയ എല്ലാവർക്കുമെതിരെയും അടുത്ത മാസം മുതൽ ക്രിമിനൽ നടപടി ഊർജിതമാക്കാനുള്ള നീക്കത്തിലാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഇന്ത്യയിൽ ക്രിമിനൽ നിയമ നടപടിക്ക് വിധേയരാകുന്ന വ്യക്തികൾക്ക് ഇന്ത്യയിലേക്കും പുറത്തേക്കും യാത്രാ നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ തന്നെ അവർക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടാനും നിലവിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ തങ്ങുന്ന വിദേശ രാജ്യങ്ങളിൽ സ്ഥിരമായി താമസിക്കുന്നതിനുള്ള അവകാശം നേടാനും തടസ്സം വരും. ഇതിനകം തന്നെ ഇമിഗ്രന്റ് പദവി ലഭിച്ചവർക്കും ആ രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വൈഷമ്യങ്ങൾ നേരിടേണ്ടി വരാം. ഇന്ത്യയിൽ അവർക്കെതിരെയുള്ള ക്രിമിനൽ കേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ അവർ താമസിക്കുന്ന രാജ്യവുമായി പങ്കിടുന്നതിനാലാണിത്. വിദേശത്ത് നിന്ന് വായ്പയെടുത്ത് പണം ഇന്ത്യയിലേക്ക് അനധികൃതമായി എത്തിക്കുകയും വഴിമാറ്റി ചെലവഴിക്കുകയും ചെയ്തത് സംബന്ധിച്ച് കുടിശ്ശികക്കാർക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി നൽകാനുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതായി ബാങ്ക് പ്രതിനിധികൾ പറഞ്ഞു. ഒരു വായ്പാ തട്ടിപ്പിനെ തുടർന്ന് UAE ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് PSC നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് കാസർഗോഡുള്ള ദമ്പതികളുടെയും മകന്റെയും ഉടമസ്ഥതയിലുള്ള 32 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ കൊച്ചിയിലെ ED സോണൽ ഓഫീസ് ഈയിടെ കണ്ടുകെട്ടിയിരുന്നു. പ്രതികൾ മനഃപൂർവ്വം സത്യസന്ധതയില്ലാതെ ബാങ്കിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നതാണ് പ്രോസിക്യൂഷൻ കേസിലെ പ്രധാന ആരോപണം. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പദ്ധതിയുടെ ഭാഗമായി അവർ വായ്പകളെടുത്തു. തുടർന്ന് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഫണ്ട് മാറ്റിയ ശേഷം കുവൈറ്റ് വിട്ട് മറ്റ് രാജ്യങ്ങളിൽ സ്ഥിര ജോലി നേടി. ഇവർക്കെതിരെ അൽ അലി ബാങ്ക് പരാതി നൽകിയതോടെ പ്രതികൾ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നിരസിച്ചിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 420 പ്രകാരം 7 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ഈ കേസുകളിൽ ആരോപിച്ചിട്ടുള്ളത്. ADGP ക്രൈംബ്രാഞ്ചിന്റെ മേൽനോട്ടത്തിൽ നിഷ്പക്ഷവും ഫലപ്രദവുമായ അന്വേഷണം നടത്താൻ കുറ്റമറ്റ സേവന ചരിത്രമുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഉടൻ നിയോഗിക്കണമെന്ന് ഹൈക്കോടതിയോട് അൽ അലി ബാങ്ക് ഓഫ് കുവൈറ്റ് അപേക്ഷിച്ചിരുന്നു. ബാങ്ക് പ്രതിനിധികൾ ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ കോട്ടയം, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള 12 പേർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റണമെന്നും ഒരു SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിന് നേതൃത്വം നൽകണമെന്നും ജസ്റ്റിസ് K. ബാബു നിർദ്ദേശിച്ചു. അൽ അലി ബാങ്കിന്റെ ചീഫ് കൺസ്യൂമർ ഓഫീസർ മുഹമ്മദ് അൽ ഖദാനാണ് ഹർജി സമർപ്പിച്ചത്. അന്തർദേശീയമായി പരിണിത ഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാകയാൽ ഈ കേസുകൾ ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റണമെന്നതായിരുന്നു പ്രധാന ആവശ്യം. ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ ഈ കേസുകളിൽ ഒന്നിലെ പ്രതിയായ ടോണി തന്റെ പേരിലുണ്ടായിരുന്ന 77,34,860 രൂപ വരുന്ന കുടിശ്ശിക തുക പൂർണ്ണമായും തിരിച്ചടച്ചു. അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് ഇതോടെ പിൻവലിച്ചതായി ബാങ്ക് വക്താവ് പറഞ്ഞു. ടോണിയെ പോലെ കേസ് നടപടി ഒഴിവാക്കാൻ വിവിധ രാജ്യങ്ങളിൽ നിന്നായി ഒട്ടേറെ പേർ താൽപര്യം പ്രകടിപ്പിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. മലയാളികൾ കുവൈറ്റ് ബാങ്കുകളെ കബളിപ്പിച്ച കേസുകളിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വിശദീകരിച്ച് നിയമ ക്രമസമാധാന വകുപ്പിന്റെ ADGP ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. സംസ്ഥാന പോലീസ് ഈ കേസുകൾ ഒരുമിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ തനിക്ക് എതിർപ്പില്ലെന്ന് ഹർജിക്കാരന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് തോമസ് ആനക്കല്ലിങ്കൽ വ്യക്തമാക്കി. സംസ്ഥാന പോലീസ് മേധാവി പുറപ്പെടുവിച്ച സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ കേസുകൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നും അദ്ദേഹം വാദിച്ചു. വിദേശ രാജ്യങ്ങളിൽ അന്വേഷണം ആവശ്യമുള്ള കേസുകളാണിതെന്നും അന്താരാഷ്ട്ര തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സങ്കീർണ്ണ ഘടകങ്ങൾ ഉണ്ടാകാമെന്നും ചൂണ്ടിക്കാട്ടി കേസുകൾ അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് DGP നേരത്തെ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. പ്രതികളിൽ ചിലർ നിലവിൽ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നുണ്ടെന്ന് ക്രമസമാധാന വകുപ്പിന്റെ ADGP സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഈ കാരണങ്ങളാലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നതെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. ബാങ്കുകളുടെ കണക്കനുസരിച്ച് വായ്പയെടുത്ത് മുങ്ങിയവരിൽ ഭൂരിഭാഗവും കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിലെ ജീവനക്കാരായിരുന്നു. ഇവരിൽ പലരും അയർലൻഡ്, UK, US, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കുടിയേറിയതായി പിന്നീട് ബാങ്കുകൾ കണ്ടെത്തി. അപേക്ഷകരുടെ ജോലിയും ശമ്പളവും അടിസ്ഥാനമാക്കിയാണ് വായ്പകൾ നൽകിയിരുന്നത്. അവരിൽ ചിലർ മാസങ്ങൾക്കുള്ളിൽ രഹസ്യമായി ജോലി ഉപേക്ഷിച്ചുവെന്നും അവർക്ക് നൽകിയ വായ്പാ തുകയിൽ നിന്ന് മൈഗ്രേഷൻ ചെലവുകൾ പോലും കണ്ടെത്തിയെന്നും ബാങ്ക് ഉദ്യോഗസ്ഥർ പറയുന്നു. കേസുകളുടെ പ്രളയത്തെ തുടർന്ന് കുവൈറ്റിലെ ബാങ്കുകൾ കേരളീയർക്കുള്ള വായ്പാ നയങ്ങൾ കർശനമാക്കിയതായും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഹർജിയിൽ പരാമർശിച്ചിരിക്കുന്ന 12 കേസുകളിലെ പ്രതികളിൽ നിന്ന് തിരിച്ചുപിടിക്കേണ്ട ആകെത്തുക ഏകദേശം 10 കോടി രൂപയാണെന്ന് അൽ അലി ബാങ്ക് ഓഫ് കുവൈറ്റ് ചൂണ്ടിക്കാട്ടുന്നു.